ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഒരു റെയ്ഡ് നടക്കുന്ന ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി ഓടുന്ന CCTV വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വാർത്തകളിൽ അത് ചർച്ചയായിരിക്കുകയാണ്. വാർത്തകളിൽ മാത്രമല്ല, ഈ പറയുന്ന ഓരോ കലിങ്കിലും ഇതിനെപ്പറ്റി സംസാരം നടക്കുന്നുണ്ടെന്നാണ് വിശദമായ ചില വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അത് മാത്രവുമല്ല, പോലീസ് പലതും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പലതുമാണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഈ വാർത്തയുടെ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടാൽ അവിടെ എന്തെങ്കിലും ലഹരി വേട്ട നടക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അയാളെ ബാധിക്കുന്നത്? അയാൾ എവിടെ നിന്നെല്ലാം ഇറങ്ങി ഓടുന്നതാണ്? തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടുന്നുണ്ട്. അയാള് വല്ല വേറെ എന്തെങ്കിലും വിചാരിച്ച് ഓടിയതായിരിക്കും. അയാൾ ഇപ്പൊ ചെന്ന് ഇവിടെ നിന്നൊക്കെ ഓടുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അതുപോലെ പുള്ളി ഓർത്തുകയാണ് ഇന്ന് ഹോട്ടലിൽ നിന്നൊന്ന് ഇറങ്ങി ഓടാം അല്ലേ? കഴിഞ്ഞിടയ്ക്ക് മനപ്പൂർവ്വം ഒരു ഗ്ലാസ്സിൽ പോയി ഇടിച്ചിട്ട് തിരിഞ്ഞ് എങ്ങോട്ടോ പോയി. അതുപോലെ ഹോട്ടലിൽ കിടന്ന് ഓടുന്നതായിരിക്കും. ആദ്യമായിട്ടായിരിക്കും അത്. ആ സമയം ഇതിനു മുമ്പ് ഇയാൾ ഹോട്ടലിൽ ഓടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ മറ്റു പ്രശ്നങ്ങളില്ല. അവിടെ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ഓടിയതുകൊണ്ടല്ലേ ഈ രീതിക്ക് നമുക്ക് തോന്നുന്നത്. അപ്പൊ തിയേറ്ററിൽ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്തായിരുന്നു ഷൈൻ ടോം ഓടിയിരുന്നെങ്കിലോ സിനിമ കണ്ടിട്ടിറങ്ങി ഓടിയാന്ന് വിചാരിക്കും. സിനിമ കാണാൻ ചെല്ലുമ്പോൾ അവിടെ റെയ്ഡുണ്ട്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ ചെന്നപ്പോൾ ഓടി. അപ്പൊ റെയ്ഡാന്ന് കരുതി അല്ലേ? ശരിയല്ലേ? ഇനി അല്ല പോട്ടെ, അയാള് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ചിലപ്പോൾ സിനിമാടന്മാരുടെ പങ്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാണ്. ഇനി ഇപ്പൊ ഈ ഷൈൻ ടോം എന്നല്ല, ലോകത്തെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിന്തറ്റിക് ഡ്രഗ്സ് ഈ വന്ന സാഹചര്യത്തിൽ ഉപയോഗിച്ചാൽ അതിന് എന്തെങ്കിലും ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പഠനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാനികരമാണ്. ശരീരത്തിനും മനസ്സിനും അത് ഹാനികരം തന്നെയാണ്. അതിനെ അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നം തന്നെ. അത് ഓവർഡോസ് ആണ് ഈ പരിപാടി. അല്ലാതെ ഇത് ഡോസിനൊക്കെ ഇത് മെഡിക്കൽ പർപ്പസിന് കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഈ പറഞ്ഞ പോലത്തെ ഇവർ ഉപയോഗിക്കുന്നത്. ഈ മെഡിക്കൽ പർപ്പസിന് കൊടുത്താൽ പോലും ആ സൈഡ് എഫക്ട്സ് പലതുണ്ട്. ആ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെന്റൽ പ്രശ്നങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മെഡിക്കൽ സയൻസിന് ചിലപ്പോൾ ഇതിൻ്റെ പല സൈഡ് എഫക്ട്സിനെയും ക്യൂർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ലെവലിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇന്ന് അയാൾക്ക് സഹായിക്കാൻ ഒരു വഴിയില്ലാത്തൊരു സ്ഥലത്തിലേക്ക് അയാൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പേടിക്കേണ്ട കാര്യം. അത് അറിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് നിന്ന് പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് അയാൾ കൊടുക്കുന്ന മരുന്നായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം. അത് വേണ്ടവർക്ക്, അല്ലാത്തവർ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ റിക്രിയേഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാ ദിവസവും റിക്രിയേഷൻ ഒന്നും വേണ്ട. അതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും പല തരത്തിലുള്ള റിക്രിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കള്ളു കുടിച്ചാലും റിക്രിയേഷൻ ഉണ്ട്. പിന്നെ ഒരു പബ്ബിൽ പോയി ഡാൻസ് കളിച്ചുകൊണ്ട് കള്ളു കുടിച്ച് ബീർ കുടിച്ച് ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് അടിച്ച റിക്രിയേഷൻ ഉണ്ട്. ഇനി കഞ്ചാവ് വരെ ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര ഒരു മാരകമായ ഡ്രഗ്സ് എന്ന നിലയ്ക്ക് കാണാൻ പറ്റത്തില്ല. കാരണം സോഫ്റ്റ് ഡ്രഗ്സിൽ പെടുത്തുന്ന ഒന്നിനെയും നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോകം എങ്ങും അങ്ങനെ പറയാറില്ല. പിന്നെ ഇവിടുത്തെ ആളുകൾ ചുമ്മാ കഞ്ചാവിൻ്റെ മണ്ടയ്ക്കും അല്ലെങ്കിൽ കള്ളിൻ്റെ മണ്ടയ്ക്കും ഒക്കെ ഓരോന്ന് ചാരി വെച്ചിട്ട് ഈ കൊലപാതകത്തിന്റെ കാരണം മദ്യം, മറ്റേ കൊലപാതകത്തിന്റെ കാര്യം കഞ്ചാവ്, വേറൊരു കൊലപാതകത്തിന്റെ കാരണം MDMA. അപ്പൊ എളുപ്പമായി. ആ കൊലപാതകത്തിന്റെ കാരണമോ അല്ലെങ്കിൽ ഇയാളുടെ മാനസിക നിലയുടെ കാരണമോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇവിടെ ഈ ഷൈൻ ടോം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതുപോലൊരു ലഹരി പദാർത്ഥം പൈസ കൊടുത്ത് മേടിക്കാൻ പോയി. അയാൾക്ക് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് എപ്പോഴോ ഏതോ സമയത്ത് ജീവിതത്തിന്റെ ഏതോ ഒരു ദുർബലനായ ഒരു മനുഷ്യൻ അല്ലേ? അല്ലാതെ അയാളെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും ഇല്ല, പൈസ വെട്ടിച്ചിട്ടില്ല, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ടോ അങ്ങനത്തെ കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകളിലൊന്നും അയാളുടെ പേര് വന്നിട്ടില്ല. എന്നാലോ വളരെ മാന്യന്മാരായിട്ടിരുന്നവരൊക്കെ ഇതിനേക്കാൾ വലിയ പീഡനങ്ങളും ക്രൂരതകളും കാണിച്ചത് അറിഞ്ഞിട്ടും ഇയാൾ അതിനകത്തൊന്നും പെടുന്നില്ല. കള്ളപ്പണത്തിന്റെ കേസ് വരുന്നാലില്ല, അല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇയാളെ എതിരെയുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കൊക്കൈൻ കേസ് പ്രതിയായിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു കൊക്കൈൻ കേസിൽ പ്രതിയായതുകൊണ്ട് ഈ കഴിഞ്ഞ 7 വർഷം അയാളുടെ കരിയറിൽ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഡെയിലി ലൈഫിലായൊക്കെ വേറെ പ്രശ്നങ്ങളുള്ളതായിട്ട് കാണിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ഇയാളെ കൊണ്ട് ഭയങ്കരമായ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ പറ്റി പറയാൻ പോലും പേടിച്ച് നിറക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളത്. അത് കട്ട് ചെയ്തു നോക്കണ്ട. അപ്പോൾ തൽക്കാലം നമുക്ക് കോളിലേക്ക് പോകാൻ സമയമില്ല. വളരെ അത്യാവശ്യമായി ചില ആളുകൾ വിളിക്കുന്നതായിട്ടാണ് എൻ്റെ ടെലിഫോൺ എന്നോട് പറയുകയുണ്ടായി.
പക്ഷെ ടെലിഫോണിൽ അവിടെ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന ബട്ടൺ ഞാൻ ഞെക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അയാളെ നമ്മൾ എന്താ ചെയ്യുന്നത്? അയാൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിയമം എന്താണ് ചെയ്യേണ്ടത്? അത് നിയമം ചെയ്യും. കാരണം അയാളെ ഇനിയിപ്പോൾ പിടിച്ച് ചെക്ക് ചെയ്യും, അയാളെ മെഡിക്കൽ എടുക്കും, അയാളെ ഇത്ര മണിക്കൂറിൽ കിട്ടിയാൽ മെഡിക്കൽ ഓക്കെ. എനിക്ക് സാധനം ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ആണെങ്കിൽ പോലും അതെടുത്തിട്ട് അതിന്റെ രീതി വേറെ. ഇത് റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന തരത്തിൽ ഇത്ര ദിവസം കൊണ്ട് അകത്തിടുന്നു, അവരെ അവിടെ അതിന്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞൊരു കൗൺസിലിംഗും കൊടുത്ത് പുറത്തേക്ക് ഇടയ്ക്ക് വിടുന്നു, അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നു. അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യരുത്, അതൊക്കെ തെണ്ടിത്തരവാ. ഒരു മനുഷ്യൻ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് പോയെന്ന് പറഞ്ഞാൽ നാളെ ഫോട്ടോ എടുത്ത് സ്ഥിരമായിട്ട് ഇവൻ ഇങ്ങനെയാന്ന് പറയാൻ എന്തോ അതിന്റെ പ്രശ്നം? അയാൾക്ക് നാളെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊടുത്തു, നാട്ടുകാർക്കെല്ലാം അവൻ അങ്ങനെയായി പോയി. ചോദിക്കുക കയ്യിലുണ്ടോടാ സാധനം, നീ ഇപ്പൊ അടിയുണ്ടോടാ, നമുക്ക് അടിക്കാൻ വാടാ, നീ വേണേ അടിക്കാറുണ്ടല്ലോടാ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ആ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുമ്പോൾ ഈ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ അടിച്ചു പിടിക്കുന്നവരെ പുറത്ത് കാണിക്കരുത്. കാരണം അവര് നാളെ അടി നിർത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഇവർ എത്ര പ്രാവശ്യം അടിച്ചെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വല്ലപ്പോഴും എടുത്ത് അടിക്കുന്നതായിരിക്കും. ഇരയുടെ പേര് പുറത്ത് പറയില്ലെന്ന് പറയുന്ന പോലെ തന്നെ ഇതാണ് വേറൊരു ഇര. ഇത് ഇരയാണ്, ശരിക്കും ഇരയാണ്. കാരണം അയാളൊരു ഇതിനകത്ത് പെട്ടുപോയതാ. അതിന്റെ കാരണങ്ങളും അങ്ങനെയുള്ള ഈ ഇതിനകത്ത് പെടാനുണ്ടാകുന്ന മാനസികാവസ്ഥകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ളവരെ അതിനകത്ത് പെടുന്നത്. മെന്റൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ സാധനം ഇതുപോലത്തെ ഇതിന്നല്ല എന്ത് സാധനം കിട്ടിയാലും മാനേജ് ചെയ്യാൻ പറ്റാത്ത തരം ഒരു മാനസിക നിലയുള്ള ആളുകൾ, അവരെ ഹെൽപ്പ് ചെയ്യുമല്ലേ വേണ്ടേ? അതിന് പകരം അവരെ നാണം കെടുത്താനും അല്ലെങ്കിൽ അവരെന്തോ വലിയ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു വരുത്തുന്ന രീതിയിലുള്ള ഈ ഫോട്ടോ എടുപ്പും പരിപാടി ഒന്ന് അവസാനിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഷൈൻ ഇറങ്ങി ഓടി എന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞില്ലേ, ഷൈൻ ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ പരാതികൾ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഇറങ്ങിയിട്ടുണ്ട്. വായിൽ നിന്ന് പൊടി തെറിച്ചെന്ന്, ഗ്ലൂക്കോസ് പൊടി വായിന്ന് തെറിച്ചത് കണ്ടിട്ട് MDMA ആണെന്ന് സംശയിച്ച ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട്. MDMA ഒക്കെ വാരി തിന്നുവല്ലേ? അങ്ങനെ ആ കൊച്ചു വിചാരിച്ചേക്കുന്നത് ഇതിങ്ങനെ ഒറ്റയടിയാന്ന്. ഇവിടെ അങ്ങനെ എങ്ങനെ ഇട്ടാണല്ലോ, അവന്റെ നാക്ക് പൊങ്ങത്തില്ല മര്യാദ പെരുമാറാൻ, ആള് തട്ടിപ്പോവും. അതൊരു 5 മിനിറ്റ് എന്തായാലും വെള്ളം ചോദിച്ചാൽ പോലും നാക്ക് പൊങ്ങത്തില്ല, ചാവുന്നതിന് വെള്ളം പോലും കിട്ടത്തില്ല. അതാ കൊച്ചിന്റെ അറിവില്ലായ്മ അതിനെപ്പറ്റി. വെള്ളപ്പൊടി വായിന്ന് തെറിച്ച് വീണെന്നൊക്കെ. അയ്യോ, എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഒരു ഉപഭോഗം ഇല്ല അതിന്, അങ്ങനെ പറ്റത്തില്ല. നിനക്കെന്ത് വാരി തിന്നുന്ന സാധനം വിലയില്ലേ? വില ഉണ്ടായാലും എന്നോട് വാരി തിന്നാൻ പറ്റത്തില്ല, പോകണ്ടേ? ഞാൻ പറഞ്ഞത് വെളിയിലോട്ടൊക്കെ കളയാന്ന് വെച്ചത് ഭയങ്കര വില എടുത്ത് വാങ്ങുന്ന സാധനം നടക്കുവാന്ന്. എടാ ഈ വായിലിട്ടോണ്ട് വന്നാൽ അത് അലിഞ്ഞു പോകും പെട്ടെന്ന്. ഇത് കൊള്ളാം. ഗ്ലൂക്കോസ് പൊടി ആണെ പോലും കുറച്ചേരം കഴിഞ്ഞ് അലിഞ്ഞു പോകും. ഇത് നിറയെ കയറുമെന്ന് നേറിയാലോ. പിന്നെ ഇത് എവിടെ കേരളത്തിലൂടെ അവിടെ കരിയും, പിന്നെ വായൊക്കെ കരിഞ്ഞ് പുകയും. അവൻ പിന്നെ അപമര്യാദയായിട്ട് പെരുമാറേണ്ടി വരും. അതുപോലെ അത്രയൊക്കെ അടിക്കുന്ന ഒരാൾ ആരായിരിക്കും ഇവിടെ ഇങ്ങനെ വാരിയൊക്കെ MDMA തിന്നുന്നത്? ഓ, ഭയങ്കരം തന്നെ. ഇതുവരെ ഒരു എസ്കബാർ അങ്ങനെ ചെയ്യത്തില്ല. അല്ലേലും ഞാനല്ല ഹോണടിച്ചു, നമ്മള് ഹോൺ പോലും അടിച്ചില്ലല്ലേ? നമ്മളങ്ങനെ ഹോൺ അടിക്കാറില്ലടേ. എന്തൊരു വണ്ടി നിന്ന് ഹോൺ അടിക്കൂ? അതാ മണ്ടൻ വിവരമില്ലാത്തവൻ. ഒരു വണ്ടി വന്നപ്പോ പുറത്ത് ഒറ്റ ഇടിയാ ഇടിക്കണ്ടേ, ഒറ്റ ഇടിക്ക് അങ്ങ് മറിക്കണം. മേല് ഫോൺ അടിച്ചേക്കുന്നത് എന്റെ അതിന് ചോദിച്ചാ പറഞ്ഞു മേലിൽ ഇങ്ങനെ ഫോൺ അടിച്ചേക്കുന്നത്. എന്നാലും ഈ നാറികൾക്ക് മനസ്സിലാകത്തുള്ളൂ വിവരം ഇല്ലാത്തവൻ. അവന്റെ വണ്ടി വന്നപ്പോ പാനിക്കാവും. അപ്പൊ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്തുവാ ചെയ്യാൻ? അവൻ കയറുന്ന ഭ്രാന്ത് കാണിക്കത്തില്ലേ? ഒരുത്തനും എന്തിനും പറ്റിയാണ് ഇവന്മാർക്കുള്ള അസുഖമായത്. വിദ്യാഭ്യാസക്കുറവും ബോധക്കുറവും അല്ല, വേറൊന്നും അതിനകത്ത് ക്വാളിറ്റി ഇല്ല. ഒരു ക്വാളിറ്റിയും കാണുന്നില്ല, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ. റോഡിൽ ഇത്ര നാളായിട്ട് അവന് അത് ബിഹേവ് അറിയത്തില്ല. ഇവൻ എന്തിനു പിന്നെ ഇത്രയും കൊല്ലം ഈ വണ്ടി തെളിച്ചിട്ടാണ്? ഞാൻ കൊല്ലം കുറെ ഓടിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയും ഈ തെണ്ടികൾ. എന്തേലാട്ടെ ഇത്രയും വലിയ തെണ്ടിത്തരം അതും ചിലപ്പോൾ ഷൈൻ ടോൺ ചാക്കോ ചെയ്ത് കാണത്തില്ല. ഈ നാറികൾ ഇവിടെ നടക്കുന്നു മൊത്തം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ എവിടെയെങ്കിലും പോകണം. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ആരോടും ഒന്നും ചോദിക്കാനില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാൻ ബോധിപ്പിക്കാനില്ല. മനസ്സിലായോ? ഞാൻ എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും അന്വേഷിക്കേണ്ടത് ബോധിപ്പിക്കാനുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. എങ്ങോട്ട് പോവാ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നത് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഫാമിലി എന്റെ കുടുംബം, യൂട്യൂബ് കുടുംബത്തോട്
മാത്രമേ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. എന്റെ യൂട്യൂബ് കുടുംബമേ, എന്നോടൊപ്പം നിൽക്കുന്ന, എന്നെ എല്ലാ സാഹചര്യത്തിലും എന്നോടൊപ്പം നിന്ന് എന്നെ തെറി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, എന്റെ അമ്മയെയും എന്റെ അച്ഛനെയും എന്നെ സ്മരിക്കുന്ന യൂട്യൂബ് കുടുംബമേ, നല്ല കുടുംബമേ, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ അംഗമാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് ഈ നാട്ടിൽ ഇത്രയും എന്താ പറയുക സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമായ ആളുകൾ എന്നോടൊപ്പം ഈ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ എനിക്ക് ഇവിടെ ഇപ്പോ എന്താ പറയുക ഇടപെടാൻ സാധിക്കുന്നതിൽ, അല്ലെ അവിടെ അങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും കൃതാർത്ഥനും അഭിസംബോധനയും നന്ദിയും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ശരി എന്നാ ഷൈൻഡോ എന്തിനാ ഓടിയെന്നുള്ള ഷൈനോട് ചോദിക്കേണ്ടി വരും.